നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെ ഇറാനിൽ അലി ഖമേനി കൊല്ലപ്പെട്ടു. അപ്പോൾ ആരാണ് ഈ അലി ഖമേനി? ആയത്തുള്ള ഖമേനിക്ക് ശേഷം ഭരണം കയ്യിലെടുത്ത സുപ്രീം ലീഡറാണ് ഇറാൻ്റെ. അവിടെ ഒരു ഇസ്ലാമിക ഭരണമാണ്. അവിടുത്തെ ഇസ്ലാമിക് റെവല്യൂഷൻ, അതിനുശേഷം ഷായെ തുരത്തി ഓടിച്ചതിന് ശേഷം ആയത്തുള്ള ഖമേനി വരുന്നു. ആയത്തുള്ള ഖമേനിക്ക് ശേഷം അധികം നാൾ അദ്ദേഹം ഇരുന്നില്ല. അലി ഖമേനി ഭരണമേൽക്കുന്നു. അലി ഖമേനി ഭരണമേറ്റതിന് ശേഷം അവിടെ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കുന്നു. അപ്പോൾ ഈ 47 വർഷം അലി ഖമേനിയുടെ കീഴിൽ അദ്ദേഹം എന്തെല്ലാമാണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മളൊന്ന് വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ എല്ലാ നാൽക്കവലയിലും ഈ മനുഷ്യൻ്റെ ചിത്രം കാണാം. ഇദ്ദേഹം ആരാണ്? ഇതാണ് സഖാവ് പി കൃഷ്ണപിള്ള. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാണ്. അതായത് പാർട്ടി വിഭജിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു മാർട്ടറാണ് അദ്ദേഹം. ഒരു രക്തസാക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ പുള്ളി ഒരുപാട് കർഷക സമരങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമിസ്റ്റാണ്. മരണത്തിന് ശേഷം ഭാരതരത്നം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒളിവിലായിരുന്നപ്പോൾ അദ്ദേഹത്തിനെ പാമ്പ് കടിച്ചാണ് അദ്ദേഹം 1948 മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലെയിം ടു ഫെയിം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വളരെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം അടുത്ത നേതാവ്. ഇതാണ് TP ചന്ദ്രശേഖരൻ. ഇദ്ദേഹം പാർട്ടിയുമായി ഭിന്ന അഭിപ്രായമുണ്ടായതിൻ്റെ കാരണമായിട്ട് അദ്ദേഹത്തിനെ കഷ്ണമാക്കി വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അതും സ്വന്തം പാർട്ടി തന്നെയാണ് അദ്ദേഹത്തിന് ഈ രക്തസാക്ഷിത്വം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ പുള്ളി വേറൊരു പാർട്ടി ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ കുറച്ച് വലതുപക്ഷ ചായ്വുണ്ടായിരുന്നോ എന്നൊക്കെയാണ് വായിച്ചപ്പോൾ മനസ്സിലായത്. ഇൻ എനി കേസ് അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അലി ഖമേനി രക്തസാക്ഷികളെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെയും കൂടി നമുക്ക് കാണാം. അലി ഖമേനിയുടെ അലി ഖമേനി ഭരണമേറ്റതിന് ശേഷം 89 ഈ അബ്ദുറഹ്മാൻ ഗാസിമലു എന്ന് പറയുന്ന കുർദിഷ് നേതാവ്, അദ്ദേഹം KDPI, അതായത് കുർദിഷ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇറാൻ, ഈ പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് കുർദുകൾക്ക് വേണ്ടി ഇറാനിനുള്ളിൽ തന്നെ ഒരു സ്വയംഭരണ ടെറിട്ടറി ഉണ്ടാക്കണം എന്നുള്ളൊരു ആശയമുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഷാ പല്ലവിയുടെ കൂടെ ചേർന്ന് ആയിരുന്നു നിന്നത്. പിന്നെ അവരെ എതിർത്തു. ഷാ പല്ലവിയെ എതിർത്ത് ആയത്തുള്ള ഖമേനിയുമായി സഖ്യം ചേർന്നിട്ട് ആയത്തുള്ള ഖമേനി ഇസ്ലാമിക് റെവല്യൂഷന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരെയും റെവല്യൂഷനിസ്റ്റുകളെയും, അതായത് ഇടത് ചിന്താഗതിക്കാരെയും നോൺ ഇസ്ലാമിക് ആശയങ്ങൾ, സെക്യുലറിസം, ഫ്രീ സ്പീച്ച്, ഇതുപോലുള്ള ആശയങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നവരെ എല്ലാം തെരഞ്ഞു പിടിച്ച് ഒഴിവാക്കി, അവരുടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അവരെയെല്ലാം തന്നെ തേടിപ്പിടിച്ച് കൊല്ലുന്ന ഒരു കലാപരിപാടി ആസൂത്രണം ചെയ്തായിരുന്നു. അപ്പോഴാണ് അലി ഖമേനി വരുന്നത്. അലി ഖമേനിയുടെ ആദ്യത്തെ വൺ ഓഫ് ദ ഫസ്റ്റ് വിക്ടിംസാണ് അബ്ദുൽ റഹ്മാൻ ഗാസിമലു എന്ന് പറയുന്ന ഈ ഒരു KDPIയുടെ നേതാവ്. പിന്നെ വരുന്നതാണ് ഷാപൂർ ബക്തിയാർ. 1991 ഇയാളെ പാരീസിൽ വെച്ച് ഇയാളെ വെടിവെച്ച് കൊല്ലുന്നത്. പുള്ളി ഒരു സോഷ്യൽ ഡെമോക്രാറ്റായിരുന്നു. ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇറാനിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് ഒരു ഇറാനെ അഫ്ഗാനിസ്ഥാൻ പോലെ ഒരു സാറ്റലൈറ്റ് രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയുള്ളൊരു അറ്റംപ്റ്റായിരുന്നു ഈ അവിടുത്തെ ഇറാനിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അലി ഖമേനിക്ക് ഇത് മനസ്സിലായിട്ട് അലി ഖമേനി ഇവന്മാരെല്ലാം ഓടിച്ച് പിടിച്ച് വധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കൊന്ന ഒരാളാണ് സാദഖ് ഷറഫ് ഖന്ദി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം KDPIയുടെ നേതാവാണ്. അഗെയിൻ ജർമ്മനിയിൽ പോയിട്ടാണ് ഇയാളെ അസാസിനേറ്റ് ചെയ്യുന്നത്. പുള്ളി സെക്യുലറിസ്റ്റും പ്ലൂറലിസ്റ്റും, ഇറാനിനുള്ളിലൊരു ഓട്ടോണമസ് റീജിയൻ, അഗെയിൻ KDPIയുടെ സെയിം ആശയങ്ങൾ തന്നെയാണ് കൊണ്ടുനടന്നത്. ഇവരെ എല്ലാവരെയും നൂറുകണക്കിന് KDPI നേതാക്കന്മാരെയാണ് അലി ഖമേനി വധിച്ച് തള്ളിയത്.
മുഹമ്മദ് മൊഖ്താറി എന്ന് പറയുന്ന അദ്ദേഹം ഒരു KDPയുടെ ആളല്ലായിരുന്നു. പക്ഷേ പുള്ളി ഒരു എഴുത്തുകാരനും സാഹിത്യകാരനും. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ പിൽക്കാലത്തിലും സിനിമകളിലെല്ലാം വന്നിട്ടുണ്ട്. പഴയ ഇറാനിയൻ സിനിമാ ഡയറക്ടർമാരുടെയൊക്കെ സിനിമകളിൽ ഇയാളുടെ കവിതകളും സാഹിത്യവും സൃഷ്ടികളുമൊക്കെ ഒരുപാട് പിന്നീട് വന്നിട്ടുണ്ട്. ഇയാളെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്. പക്ഷേ ഇയാളുടെ കൊലപാതകത്തിന് ഒരു പ്രത്യേകതകളെന്ന് വെച്ചാൽ ഈ ചെയിൻ മേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കലാപരിപാടിയുണ്ട്. അതാണ് പീഡിപ്പിച്ച് ടോർച്ചർ ചെയ്ത് കൊല്ലും. ഈ ടോർച്ചർ ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ വായിൽ നിന്ന് വരുന്ന പേരുകളെല്ലാം തന്നെ ഇവന്മാർ നോട്ട് ചെയ്തെടുത്തിട്ട് ആ പേരുകൾ പിന്നെ ആ വ്യക്തികളെ പിന്തുടർന്ന് അവരെയും ഇതേപോലെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന ഒരു പരിപാടി. അപ്പോൾ വളരെ ക്രൂരമായ രീതിയിലാണ് ഇറാനിയൻസിനെ അലി ഖമേനിയുടെ പട്ടാളക്കാർ ഈ എന്താ പറയുക അവരുടെ ഗാർഡ്സ് റെവല്യൂഷണറി ഗാർഡ്സ് വധിച്ചത്. അപ്പം ഈ ടുഡേ പാർട്ടി എന്ന് പറയുന്ന ടുഡേ പാർട്ടി ഓഫ് ഇറാൻ അവരൊരു റെവല്യൂഷനിസ്റ്റ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഒരു ആശയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോവിയറ്റ് ചായ്വുള്ള ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവർ 1944 തന്നെ ഇലക്ഷന് മത്സരിച്ചപ്പോൾ 8 സീറ്റ് മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. ഷായ്ക്കും ഇവരോട് ഭയങ്കര എതിർപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ ആയത്തുള്ള ഖൊമേനിയുമായി സഖ്യം ചേർന്ന് ഇസ്ലാമിക് റെവല്യൂഷന് ശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആയത്തുള്ള ഖൊമേനി മരിക്കുന്നു. അലി ഖമേനി ഭരണത്തിൽ വരുന്നു. അലി ഖമേനി ഇവരെ എല്ലാവരെയും ഓട്ടിച്ചിട്ട് പിടിച്ച് വധിച്ച് തള്ളുന്നു, വെടിവെച്ച് തള്ളുന്നു. ഏകദേശം 8,000-ഓളം മനുഷ്യർ 1981 മുതൽ 85 വരെയുള്ള വെറും ഈ ചുരുങ്ങിയ 4 വർഷത്തെ കാലയളവിൽ 8,000-ഓളം കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഈ ടുഡേ പാർട്ടിയിൽ നിന്നും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകളെ വംശഹത്യ ചെയ്തത്. അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയ ഒരുപാട് പേര് കാനഡയിലും അമേരിക്കയിലും ജർമ്മനി യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലും അവർ അഭയാർത്ഥികളായിട്ട് ചെന്ന് പറ്റുകയും അവരുടെ പിൻഗാമികളാണ് ഇന്ന് നമ്മൾ ഈ തെരുവിൽ കാണുന്ന ആഹ്ലാദിക്കുന്ന ഈ ആഘോഷിക്കുന്ന പേർഷ്യൻസ്. അവർക്ക് ഇറാനിയൻസ് എന്ന് പറയുന്നത് പോലും അവർക്ക് നാണക്കേടാണ്. ദേ ആർ പേർഷ്യൻസ്. അവർ അഭിമാനത്തോടെ അവർ പേർഷ്യൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും യാതനകളും കഷ്ടപ്പാടും ഇതുപോലുള്ള പീഡനങ്ങളും അനുഭവിച്ചിട്ടുള്ള രക്തസാക്ഷികൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറാനിലുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അവർ ഈ അലി ഖമേനിയുടെ മരണത്തിൽ ഇത്രമാത്രം ആഹ്ലാദിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ച് എന്തിനാണ് ഇവർ ഇത്രമാത്രം സന്തോഷിക്കുന്നത്. അപ്പോൾ ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവർക്ക് ഉള്ളിലുള്ള ഈ അലി ഖമേനിയോടുള്ള വൈരാഗ്യം എന്ന് പറയുന്നത് ഇവരുടെ മുത്തച്ഛനെയും ഇവരുടെ അച്ഛന്മാരും സഹോദരങ്ങളെയും ഇവരുടെ ബന്ധുക്കളെയും എല്ലാം തന്നെ പീഡിപ്പിച്ചാണ് കൊല്ലുന്നത്. അല്ലാതെ വെറുതെ ഒരു ബുള്ളറ്റ് കൊണ്ട് തീർക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒരു അത്ര ക്രൂരമായി കൊന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഈ അലി ഖമേനി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി condemns US Israel attacks on Iran killing of ഖമേനി. അപ്പോൾ എങ്ങനെയാണ് ഇവരും കമ്മ്യൂണിസ്റ്റുകാരാണ് അവരും കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന അലി ഖമേനിയെ അയാളുടെ മരണത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ CPIM ജനറൽ സെക്രട്ടറി ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു. വളരെ വിചിത്രമായിരിക്കുന്നു. ചരിത്രബോധം വളരെ വളരെ കുറവാണെന്ന് തോന്നുന്നു ഈ ശ്രീ MA ബേബിക്ക്. അതോ ഇനി ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരുടെ വോട്ടിന് വേണ്ടി ഇവരെല്ലാം ഇങ്ങനെ കളിക്കുന്നതാണെന്നറിയില്ല. CPIM അവരും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കുറേ കമ്മികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അനുഭാവികളെന്ന് പറയുന്നവരെല്ലാം തന്നെ ഈ അലി ഖമേനിക്ക് വേണ്ടി വിലാപ യാത്ര നടത്തുന്നു. DYFIക്കാർ ഇനിയിപ്പോൾ സമരം നടത്താൻ പോകുന്നു. ബഹ്റൈനിലിരിക്കുന്ന സജി മാർക്കോസ് അതിനുവേണ്ടി ലേഖനങ്ങളിങ്ങനെ എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശരിക്കും ഇറാൻ എന്താണെന്നും ഇറാനിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു മൂവ്മെൻ്റ് എന്താണെന്നൊന്നും ഇവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അതോ അതൊന്നും അവർക്ക് വിഷയമല്ല. ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്ന് തള്ളിയ ഒരു മനുഷ്യനാണ് ഈ അലി ഖമേനി. അത് നമ്മൾ ഈ മറ്റുള്ള ഈ ജനസൈഡൽ മേനിയാക്സിനെ പറ്റി പറയുന്ന പോലെയല്ല. 47 വർഷത്തിനിടയിൽ ആണ് ഈ പല ഘട്ടങ്ങളായിട്ട് നടന്ന കൊലപാതകങ്ങളാണ്.
അത് ചിലപ്പോൾ എക്സ്ട്രാ ജുഡീഷ്യൽ ആയിരിക്കാം, ജയിലിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞതായിരിക്കാം, പിന്നെ ആൾക്കാരെ അപ്രത്യക്ഷപ്പെടുത്തി കളയും. ഇതെല്ലാം സാധാരണ ഈ ഏകാധിപതികളുടെ ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.